Welcome to a supplementary video by the English EduSpot to the 8th Standard English Class Part 7 by Victors. വിക്ടേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്ത 8th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ക്ലാസ് 7ാം ഭാഗവുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് എഡ്യൂസ്പോട്ട് ഒരുക്കുന്ന ഒരു സപ്ലിമെൻ്ററി വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഈ ക്ലാസ്സിൽ വിദ്യാർത്ഥികൾക്ക് പലതരത്തിലുള്ള അസൈൻമെൻറ്റ്സുകളാണ് നൽകിയിട്ടുള്ളത്. ദ മിസ്റ്റീരിയസ് പിക്ചർ എന്ന സ്റ്റോറി വിദ്യാർത്ഥികൾ എത്രമാത്രം മനസ്സിലാക്കി എന്ന് പരിശോധിക്കാൻ പര്യാപ്തമായ ഒരു ചോദ്യമാണ് ആദ്യം. വൈ ഡിഡ് ടിൽ ലീവ് ദ പാലസ്? എന്തുകൊണ്ടാണ് ചിത്രകാരൻ ടിൽ ആ കൊട്ടാരം വിട്ടുപോയത്? ആൻസർ: ടിൽ ആൻഡ് ഹിസ് കമ്പാനിയൻസ് ഹാഡ് എ റോയൽ ലൈഫ് വിത്ത് ഓൾ ലക്ഷറീസ് ആൻഡ് മെറി മേക്കിംഗ് ഇൻ ദ പാലസ് ഫോർ എ പീരീഡ് ഓഫ് 60 days അണ്ടർ ദ പ്രിടെക്സ്റ്റ് ഓഫ് പെയിൻറ്റിംഗ് ദ പോർട്രേറ്റ്. ചിത്രം വരയ്ക്കുകയാണ് എന്ന വ്യാജേന കൊട്ടാരത്തിൽ 60 ദിവസക്കാലത്തോളം ടില്ലും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും എല്ലാവിധ ആഡംബരത്തോടും ആഹ്ലാദത്തോടും കൂടി ജീവിച്ചു. ബട്ട് നൗ തിങ്സ് ഹാവ് ചേഞ്ച്ഡ്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ ആകെ മാറിയിട്ടുണ്ട്. ദ കോർട്ട് ജസ്റ്റർ whom everybody considered a fool has found out the truth that Till has not painted any pictures at all. കൊട്ടാരം വിദൂഷകൻ അദ്ദേഹത്തെ എല്ലാവരും വിഡ്ഢി എന്നാണ് കണക്കാക്കിയിരുന്നത്. എന്നാൽ അദ്ദേഹം ഒരു സത്യം കണ്ടെത്തിയിരിക്കുന്നു. ടിൽ ഇതുവരെ ഒരു തരത്തിലുള്ള ചിത്രവും വരച്ചിട്ടില്ല എന്നുള്ള സത്യം. ടിൽ റിയലൈസ്ഡ് ദാറ്റ് ഇഫ് ഹി സ്റ്റേഡ് എനി ലോങ്കർ there he would be killed. ഇത് മനസ്സിലാക്കിയ ടിൽ ഒരു കാര്യം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ഇനിയും കൊട്ടാരത്തിൽ തങ്ങിയാൽ അദ്ദേഹം കൊല്ലപ്പെടുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായി. saying to himself that when fools begin to talk, wise men should walk. വിഡ്ഢികൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ബുദ്ധിമാന്മാർ അതിനനുസരിച്ച് പ്രവർത്തിക്കണം, നടത്തം തുടങ്ങണം, രക്ഷപ്പെടണം എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് he calmly left the palace. വളരെ ശാന്തമായി ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അദ്ദേഹം കൊട്ടാരം വിട്ടു. and rode away on his donkey. തൻ്റെ കഴുതപ്പുറത്ത് എങ്ങോ പോയി മറഞ്ഞു. Now, Activity 1, Textbook page 17. പാഠപുസ്തകത്തിൽ 17ാം പേജിൽ നൽകിയിരിക്കുന്ന ഒന്നാമത്തെ ആക്ടിവിറ്റിയാണ് അടുത്ത അസൈൻമെൻറ്റ്. ഫിൽ ഇൻ ദ സ്റ്റോറി മാപ്പ് സ്യൂട്ടബ്ലി. ഇവിടെ നൽകിയിരിക്കുന്ന സ്റ്റോറി മാപ്പ് അനുയോജ്യമായ വിധം പൂർത്തീകരിച്ച് എഴുതുക. ഈ സ്റ്റോറി മാപ്പിൽ ക്യാരക്ടേഴ്സ് എന്ന കോളത്തിൽ ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളെ എടുത്തെഴുതുക. ടിൽ, എ ഫ്ലെമിഷ് പെയിൻറ്റർ. The Archduke of Battenberg, the Captain of the Guards, the Commander-in-Chief, young lady, elderly lady, other courtiers. ഇവരൊക്കെയാണ് കഥയിൽ പ്രത്യക്ഷത്തിൽ വരുന്ന കഥാപാത്രങ്ങൾ. സെറ്റിംഗ്: ദ പാലസ് ഓഫ് ദി ആർച്ച്ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ്. ബാറ്റൻബർഗിലെ ആർച്ച്ഡ്യൂക്കിൻ്റെ കൊട്ടാരമാണ് സെറ്റിംഗ്. ഇനി കഥയിൽ ഉയർന്നു വരുന്ന പ്രോബ്ലംസും അവയുടെ സൊല്യൂഷൻസും, പ്രശ്നങ്ങളുടെ പരിഹാരങ്ങളും. ഫസ്റ്റ് പ്രോബ്ലം: ഇഫ് ദി ആർച്ച്ഡ്യൂക്ക് ഈസ് എലോൺ ഇൻ ദ പോർട്രേറ്റ്. വരയ്ക്കാൻ പോകുന്ന ചിത്രത്തിൽ ആർച്ച്ഡ്യൂക്ക് തനിച്ചാണെങ്കിൽ ഇറ്റ് വിൽ ബി ഹോറിബിൾ ടു സീ ഹിം ലോൺലി ഫോർ എവർ ആൻഡ് എവർ. എന്നെന്നും അദ്ദേഹത്തെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ കാണും. അത് വളരെ ഹോറിബിളാണ്, ഭയാജനകമാണ്. എന്താണ് അതിനുള്ള പരിഹാരം? സൊല്യൂഷൻ 1: ടിൽ വിൽ പെയിൻറ്റ് ദ പോർട്രേറ്റ് ഓഫ് ആർച്ച്ഡ്യൂക്ക് and the Duchess surrounded by all the courtiers as the moon is surrounded by lanterns. ടിൽ എന്ന ചിത്രകാരൻ ആർച്ച്ഡ്യൂക്കിൻ്റെയും രാജ്ഞിയുടെയും ചിത്രം വരയ്ക്കും. അവർക്ക് ചുറ്റും മൂൺ, ചന്ദ്രന് ചുറ്റും വിളക്കുകൾ കത്തിച്ചു വച്ചിരിക്കുന്ന പോലെ കൊട്ടാര മന്ദേവാസികൾ, കോർട്ടിയേഴ്സ് നിരന്നിരിക്കും. ആ രീതിയിൽ ഒറ്റപ്പെടാതെ എല്ലാവരും ഉൾപ്പെടുന്ന ഒരു ചിത്രം വരയ്ക്കുമെന്നാണ് സൊല്യൂഷൻ. Problem 2: If Till paints the portrait as asked by the Archduke or as by the courtiers, he will surely be killed. Till ചിത്രം വരയ്ക്കുകയാണെങ്കിൽ, ആർച്ച്ഡ്യൂക്ക് കൽപ്പിച്ച പോലെ ചിത്രം വരയ്ക്കുകയാണെങ്കിലും, അതല്ല കോർട്ടിയേഴ്സ് ആവശ്യപ്പെടുന്ന പ്രകാരം ചിത്രം വരയ്ക്കുകയാണെങ്കിലും, രണ്ട് രീതിയിലാണെങ്കിലും അദ്ദേഹം കൊല്ലപ്പെടും. ഇതാണ് പ്രോബ്ലം. എന്താണ് അതിന് ടിൽ കണ്ടെത്തിയിരിക്കുന്ന പരിഹാരം? ടിൽ വിൽ നോട്ട് പെയിൻറ്റ് എനി പോർട്രേറ്റ് അറ്റ് ഓൾ. ടിൽ ഒരു തരത്തിലുള്ള ചിത്രവും വരയ്ക്കില്ല. ഹി വിൽ പ്ലേ എ ട്രിക്ക് അപ്പോൺ ദം. ആർച്ച്ഡ്യൂക്കിൻ്റെയും മറ്റു കോർട്ടിയേഴ്സിൻ്റെയും മേൽ അദ്ദേഹം ചില ട്രിക്കുകൾ പ്രയോഗിക്കും.
He will say the picture is ready. അദ്ദേഹം പറയും പിക്ചർ റെഡിയാണെന്ന് പറയും. But can only be seen by those who have noble blood in their veins. എന്നാൽ സിരകളിൽ രാജരക്തം ഓടുന്ന ഉന്നതരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ തൻ്റെ ചിത്രം കാണാൻ കഴിയൂ എന്നും പറയും. ഇതായിരുന്നു നെക്സ്റ്റ് അസൈൻമെൻറ്റ്. ആക്ടിവിറ്റി ഫോർ ടെക്സ്റ്റ് ബുക്ക് പേജ് 23. പാഠപുസ്തകത്തിൽ 23-ാം പേജിൽ നൽകിയിരിക്കുന്ന 4ാമത്തെ ആക്ടിവിറ്റിയാണ്. പ്രിപ്പയർ ക്യാരക്ടർ മാപ്സ് ഓഫ് ദി ക്യാപ്റ്റൻ ഓഫ് ഗാർഡ്സ്, ദി ആർച്ച് ഡ്യൂക്ക് ആൻഡ് ടിൽ. ഈ 3 കഥാപാത്രങ്ങളെക്കുറിച്ച് ക്യാരക്ടർ മാപ്സ് തയ്യാറാക്കുക. ക്യാപ്റ്റൻ ഓഫ് ദി ഗാർഡ്സ് എന്ന ക്യാരക്ടറെക്കുറിച്ചുള്ള ക്യാരക്ടർ മാപ്പ് ടെക്സ്റ്റ് ബുക്കിൽ ഒരു മോഡൽ എന്ന രൂപത്തിൽ നൽകിയിരിക്കുന്നു. വാട്ട് ആർ ദി വേർഡ്സ് ദാറ്റ് ദി ഓഥർ യൂസസ് ടു ഡിസ്ക്രൈബ് ദ ക്യാപ്റ്റൻ ഓഫ് ദി ഗാർഡ്സ്? ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് എന്ന കഥാപാത്രത്തെ വിശദീകരിക്കാൻ ഓഥർ, എഴുത്തുകാരൻ എന്തെല്ലാം വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ദ ഫോളോയിങ് ഈസ് എ ക്യാരക്ടർ മാപ്പ് ഓഫ് ദി ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ്. ഇവിടെ ഈ ക്യാരക്ടർ മാപ്പിൽ നമുക്ക് അദ്ദേഹത്തെ വിശദീകരിക്കാൻ ഉപയോഗിച്ച വാക്കുകൾ കാണാം. വെൽ ബിൽഡ്, റെഡ് ഹെയർഡ്, 25-year-old, gold braided uniform, handsome, does his duties well, likes painting, tall എന്നീ വിശേഷണ പദങ്ങളും പ്രയോഗങ്ങളുമാണ് ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് എന്നുള്ള ക്യാരക്ടറെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വാക്കുകളും പ്രയോഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് എന്നുള്ള കഥാപാത്രത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാൻ എളുപ്പമായിരിക്കും. ഇതേ രീതിയിൽ ടിൽ എന്ന ക്യാരക്ടറുടെ ക്യാരക്ടർ മാപ്പ് കഥയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളും പ്രയോഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പൂർത്തീകരിച്ചെഴുതാം. ടിൽ, സ്കെൽട്ടോണിക്, വളരെ മെലിഞ്ഞ അസ്ഥിപഞ്ജരം പോലുള്ള ഒരു പ്രകൃതം. ക്ലവർ, ടോക്കറ്റീവ്, ഫ്ലെമിഷ് പെയിൻറ്റർ, വാണ്ടറർ, എക്സലൻറ്റ് ആർട്ടിസ്റ്റ്, പെക്യൂലിയർ, ട്രിക്സ്റ്റർ, തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ കഴിവുള്ള വ്യക്തി. ഇങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ നമുക്ക് ടിൽ എന്ന ക്യാരക്ടറെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ആർച്ച് ഡ്യൂക്ക് എന്ന ക്യാരക്ടറുടെ ക്യാരക്ടർ മാപ്പും നമുക്ക് പൂർത്തീകരിച്ചെഴുതാം. ആർച്ച് ഡ്യൂക്ക് വാണ്ട്സ് എ പ്ലേസ് ഇൻ ഹിസ്റ്ററി, ചരിത്രത്തിൽ ഒരു സ്ഥാനം ആഗ്രഹിക്കുന്നു. ഈഗർ ടു സീ ഹിസ് പോർട്രേറ്റ്, സ്വന്തം ചിത്രം വരച്ചു കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. വാണ്ട്സ് ടു ബി റിമെമ്പേർഡ് ബൈ ഡിസെൻഡൻസ്, തൻ്റെ പിൻഗാമികളാൽ ഓർമ്മിക്കപ്പെടണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. ഹീസ് ദി ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ്, ബാറ്റൻബർഗിലെ ഭരണാധികാരിയാണ് അദ്ദേഹം. പെർഫെക്ഷനിസ്റ്റ് വാണ്ട്സ് ദ പിക്ചർ പെർഫെക്റ്റ്, ഒരു കണിശക്കാരനാണ്. വരയ്ക്കുന്ന ചിത്രം പെർഫെക്റ്റ് ആയിരിക്കണം, പൂർണ്ണമായിരിക്കണം എല്ലാ അർത്ഥത്തിലും എന്ന് ആഗ്രഹിക്കുന്നു. ലവർ ഓഫ് പെയിൻറ്റിങ്സ്, ചിത്രങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അഡ്മയറർ ഓഫ് ഫ്ലെമിഷ് ആർട്ടിസ്റ്റ്സ്, പ്രത്യേകിച്ച് ഫ്ലാൻഡേഴ്സിൽ നിന്നുള്ള ഫ്ലെമിഷ് പെയിൻറ്റേഴ്സിനെ വലിയ ആദരവുള്ള വ്യക്തിയാണ്. ലൈക്സ് പ്രൈസ്, പുകഴ്ത്തൽ, ഭംഗിവാക്കുകളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. നൗ യൂസിങ് ദ കൺസെപ്റ്റ് മാപ്സ് പ്രിപ്പയർ ക്യാരക്ടർ സ്കെച്ചസ് ഓഫ് ടിൽ ആൻഡ് ദി ആർച്ച് ഡ്യൂക്ക്. നാം തയ്യാറാക്കിയ ക്യാരക്ടർ മാപ്സ് ഉപയോഗിച്ചുകൊണ്ട് ടിൽ എന്ന ചിത്രകാരൻ്റെയും ആർച്ച് ഡ്യൂക്കിൻ്റെയും ക്യാരക്ടർ സ്കെച്ചുകൾ തയ്യാറാക്കുക. ആദ്യം ടിൽ. Till was a painter. He wandered from court to court on his donkey Jeff. Till ഒരു ചിത്രകാരനായിരുന്നു. തൻ്റെ ജെഫ് എന്ന പേരുള്ള കഴുതപ്പുറത്ത് കയറി കൊട്ടാരത്തിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് അദ്ദേഹം അലഞ്ഞു നടന്നു. He gained the impression of the captain of guards by saying that he was a Flemish painter. താൻ ഒരു ഫ്ലെമിഷ് പെയിൻറ്ററാണ് എന്ന് പറഞ്ഞ് കൊട്ടാരം കാവൽക്കാരനായ ഗാർഡിൻ്റെ പ്രീതി പിടിച്ചുപറ്റി. and got entry into the palace of the Archduke of Battenberg. അങ്ങനെ ബാറ്റൻബർഗിലെ ഭരണാധികാരി ആർച്ച് ഡ്യൂക്കിൻ്റെ കൊട്ടാരത്തിലേക്ക് അദ്ദേഹം പ്രവേശനവും നേടി. ഹി വാസ് വെരി ക്ലവർ ആൻഡ് ടോക്കറ്റീവ്, വളരെ സമർത്ഥനായ, ആളുകളെ സംസാരിച്ച് വശീകരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. ഹി ഹാഡ് എ ടങ് ഇൻ ഹിസ് ഹെഡ്, വളരെ തന്ത്രപരമായി കാര്യങ്ങൾ സംസാരിച്ച് ഫലിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. ഹി പ്രൈസ്ഡ് ദി ആർച്ച് ഡ്യൂക്ക് ആൻഡ് അട്രാക്റ്റഡ് ഹിസ് ഇംപ്രഷൻ. ആർച്ച് ഡ്യൂക്കിനെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രീതിയും അദ്ദേഹം പിടിച്ചുപറ്റി. ഹി വാസ് റിയലി ആൻ എക്സലൻറ്റ് പെയിൻറ്റർ. എന്നാൽ
സമർത്ഥനായ ഒരു ചിത്രകാരനായിരുന്നു ടിൽ. ആൻഡ് ഹാഡ് ബ്രോട്ട് വിത്ത് ഹിം ദ പിക്ചർ ഓഫ് വെർജിൻ മാരി. വെർജിൻ മാരിയുടെ മനോഹരമായൊരു ചിത്രവും അദ്ദേഹം തൻ്റെ കൈവശം കൊണ്ടുവന്നിരുന്നു. ദാറ്റ് ഹി ഹാഡ് പെയിൻറ്റഡ് ടു ഷോ ദി ആർച്ച് ഡ്യൂക്ക്. ആർച്ച് ഡ്യൂക്കിന് കാഴ്ചവെക്കാൻ വേണ്ടി അദ്ദേഹം സ്വന്തമായി വരച്ചതായിരുന്നു ആ മനോഹര ചിത്രം. Thus he gained the prestigious position of the court painter. അങ്ങനെ കൊട്ടാരം ചിത്രകാരൻ എന്നുള്ള അഭിമാനകരമായ ആ സ്ഥാനവും അദ്ദേഹം നേടിയെടുത്തു. He also got a supper with the Archduke and the other courtiers. ആർച്ച് ഡ്യൂക്കിൻ്റെയും മറ്റു കൊട്ടാരം അന്തേവാസികളുടെയും കൂടെ നല്ലൊരു അത്താഴവും അദ്ദേഹം നേടി. The supper was superb like a wedding feast. ഒരു വിവാഹ സദ്യ പോലെ കെങ്കേമമായിരുന്നു ആ അത്താഴം. He was asked to paint a portrait of the Archduke and the courtiers. ശേഷം ആർച്ച് ഡ്യൂക്കിൻ്റെയും കോർട്ടിയേഴ്സിൻ്റെയും ഒരു ചിത്രം വരയ്ക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. He realized that if he painted the portrait as they demanded, he would be killed either by the Archduke or by the courtiers. എന്നാൽ അവർ ആവശ്യപ്പെടുന്ന പ്രകാരം ടിൽ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ ഒന്നുകിൽ ആർച്ച് ഡ്യൂക്ക് അല്ലെങ്കിൽ കോർട്ടിയസ് ആരെങ്കിലും ഒരു കൂട്ടർ അദ്ദേഹത്തെ കൊല്ലുമെന്നും അദ്ദേഹത്തിന് ഉറപ്പായി. സോ ഹി ഡിസൈഡഡ് നോട്ട് ടു പെയിൻറ്റ് ദ പിക്ചർ. അതുകൊണ്ട് തന്നെ ചിത്രം വരയ്ക്കേണ്ട എന്ന് അദ്ദേഹം മനസ്സിൽ തീരുമാനിച്ചു. ഹി പ്ലേഡ് എ ട്രിക്ക് അപ്പോൺ ദം. അദ്ദേഹം അവരുടെ മേൽ ഒരു സൂത്രം പ്രയോഗിച്ചു. എന്തായിരുന്നു ആ സൂത്രം? സേയിങ് ദാറ്റ് only people with noble blood could see his picture. താൻ വരച്ച ചിത്രം രാജരക്തം സിരകളിൽ ഓടുന്ന ആളുകൾക്ക് മാത്രമേ കാണാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ട്രിക്ക് ഒപ്പിച്ചത്. നെക്സ്റ്റ്, ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദി ആർച്ച് ഡ്യൂക്ക്. ദി ആർച്ച് ഡ്യൂക്ക് വാസ് ദ റൂളർ ഓഫ് ബാറ്റൻബർഗ്. ബാറ്റൻബർഗിലെ ഭരണാധികാരിയാണ് ആർച്ച് ഡ്യൂക്ക്. ഹി ലവ്ഡ് പെയിൻറ്റിങ്സ് ആൻഡ് ആർട്ടിസ്റ്റ്സ്. ചിത്രകാരന്മാരെയും ചിത്രങ്ങളെയും അദ്ദേഹം ഏറെ ഇഷ്ടപ്പെട്ടു. He was highly impressed by the Flemish painter Till. ഫ്ലെമിഷ് പെയിൻ്ററായ ടിൽ എന്ന ചിത്രകാരനാൽ അദ്ദേഹം ഏറെ ആകൃഷ്ടനായി. ടിൽസ് വേ ഓഫ് ടോക്കിംഗ് ആൻഡ് ഹിസ് സ്പ്ലെൻഡിഡ് പിക്ചർ ഓഫ് വെർജിൻ മാരി അട്രാക്റ്റഡ് ഹിം. ചിത്രകാരൻ ടിൽ അതിമനോഹരമായി സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ സംസാര രീതികളും അദ്ദേഹം വരച്ച വെർജിൻ മാരിയുടെ അതിമനോഹരമായ ചിത്രവും രാജാവിനെ ഏറെ ആകർഷിച്ചു. ആർച്ച് ഡ്യൂക്ക് വാസ് എ ജനറസ് പേഴ്സൺ. ആർച്ച് ഡ്യൂക്ക് ദയാലുവായ ഒരു മനുഷ്യൻ കൂടിയാണ്. ഹി നോട്ട് ഓൺലി അറേഞ്ച്ഡ് എ പോഷ് സപ്പർ ഫോർ ടിൽ. ടില്ലിനു വേണ്ടി ആഡംബരപൂർണമായ ഒരു സദ്യ ഒരുക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്, ബട്ട് ആൾസോ ഗേവ് ഹിം 100 pieces of gold in advance for the portrait he was going to paint. ചിത്രകാരൻ വരയ്ക്കാൻ പോകുന്ന ചിത്രത്തിന് മുൻകൂറായി തന്നെ 100 സ്വർണ്ണ നാണയങ്ങളും ആർച്ച് ഡ്യൂക്ക് നൽകി. ഹി വാസ് എ പെർഫെക്ഷനിസ്റ്റ് ആസ് വെൽ. എന്നാൽ അദ്ദേഹം ഒരു കണിശക്കാരൻ കൂടിയായിരുന്നു. He wanted the portrait should be perfect and everyone in the picture should be seen exactly as they were. വരയ്ക്കുന്ന ചിത്രം എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം. അതിലെ ഓരോ വ്യക്തിയും യഥാർത്ഥത്തിൽ കാണപ്പെടുന്ന രൂപത്തിൽ തന്നെ കാണപ്പെടണം എന്നും അദ്ദേഹം നിർബന്ധിച്ചു. He was a man with a lot of patience too. ധാരാളം ക്ഷമയുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ആർച്ച് ഡ്യൂക്ക്. Though he was eager to see the portrait, he gave Till as many days as he needed to complete his picture. വരയ്ക്കാൻ പോകുന്ന ചിത്രം കാണാൻ വളരെയധികം ആകാംക്ഷ ആർച്ച് ഡ്യൂക്കിന് ഉണ്ടായിരുന്നെങ്കിലും ചിത്രകാരന് ആവശ്യമായ അത്രയും ദിവസങ്ങൾ അനുവദിച്ചു കൊടുക്കാനും ആർച്ച് ഡ്യൂക്ക് തയ്യാറായി. The Archduke appears to be an exact match for his proud and foolish courtiers. എന്നാൽ തൻ്റെ അഹങ്കാരികളും വിഡ്ഢികളുമായ കൊട്ടാരം അന്തേവാസികൾക്ക് ചേർന്ന ഒരു ഭരണാധികാരി തന്നെയാണ് ആർച്ച് ഡ്യൂക്ക് എന്ന് തോന്നും. Till could easily exploit their foolishness. അവരുടെയൊക്കെ വിഡ്ഢിത്തം വേണ്ട വിധം ചൂഷണം ചെയ്യാൻ ടിൽ എന്ന ചിത്രകാരന് സാധിച്ചു. അതുവഴി സ്റ്റേ ഇൻ ദ പാലസ് ഫോർ 60 days merry making. എല്ലാ തമാശകളും ആഡംബരവും ആഹ്ലാദവും എല്ലാം ആസ്വദിച്ചുകൊണ്ട് കൊട്ടാരത്തിൽ 60 ദിവസക്കാലം അവരെ പറ്റിച്ചുകൊണ്ട് ജീവിക്കാനും ചിത്രകാരന് സാധിച്ചു. He cheated all of them cleverly by saying that his picture was ready. തൻ്റെ ചിത്രം പൂർത്തിയായിട്ടുണ്ട് എന്ന് കളവ് പറഞ്ഞ് അവരെ എല്ലാവരെയും തന്ത്രപൂർവ്വം ചിത്രകാരൻ പറ്റിച്ചു. മാത്രമല്ല, but only those who had noble blood in their veins could see it. ചിത്രം പൂർത്തീകരിച്ചിട്ടുണ്ട്, എന്നാൽ
സിരകളിൽ ഞരമ്പുകളിൽ രാജരക്തം ഓടുന്ന ഉന്നതരായ ആളുകൾക്ക് മാത്രമേ ചിത്രം കാണാൻ കഴിയൂ എന്നും അവർ പറഞ്ഞ് ബോധിപ്പിച്ചു. The arrogance and foolishness of the Archduke and his courtiers made things easier for Till to cheat them and escape coolly from the palace. കൊട്ടാരം അന്തേവാസികളുടെയും ആർച്ച്ഡ്യൂക്കിൻ്റെയും വിഡ്ഢിത്തവും അവരുടെ അഹങ്കാരവും ടിൽ എന്ന തന്ത്രശാലിയായ ചിത്രകാരന് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുത്തു. അവരെ പറ്റിക്കാനും തന്ത്രപരമായി കൊട്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടാനും അതുവഴി ടിൽ എന്ന ചിത്രകാരന് സാധിക്കുകയും. നെക്സ്റ്റ്, നൗൺ ഫ്രേസ്. ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റായിട്ടോ അല്ലെങ്കിൽ വേർബിൻ്റെ ഒബ്ജക്റ്റായോ അതുമല്ലെങ്കിൽ പ്രിപ്പോസിഷൻ്റെ ഒബ്ജക്റ്റായോ പ്രവർത്തിക്കുന്ന നൗൺ ഗ്രൂപ്പ്, നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ, ഇതാണ് നൗൺ ഫ്രേസ് എന്നറിയപ്പെടുന്നത്. നൗൺ എന്നുള്ളത് വിദ്യാർത്ഥികൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. നെയിമിംഗ് വേർഡ്സ്, പേര് പറയാൻ ഉപയോഗിക്കുന്ന വാക്കുകളെല്ലാം തന്നെ നൗൺ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്. നൗണുകൾക്ക് പകരമായി ഉപയോഗിക്കുന്നതാണ് പ്രോനൗണുകൾ. അപ്പോൾ നൗണുകളോ പ്രോനൗണുകളോ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, അതാണ് നൗൺ ഫ്രേസ്. ഒരു സെൻറ്റൻസിൽ പ്രധാനമായും 3 ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്. ഒന്ന്, സെൻറ്റൻസിലെ സബ്ജക്റ്റായി പ്രവർത്തിക്കുക. മറ്റൊന്ന്, സെൻറ്റൻസിലെ വേർബിൻ്റെ ഒബ്ജക്റ്റായി പ്രവർത്തിക്കുക. മൂന്നാമത്തെ ഫങ്ഷൻ, സെൻറ്റൻസിൽ ഉൾപ്പെടുന്ന പ്രിപ്പോസിഷണൽ ഫ്രേസ്, ആ പ്രിപ്പോസിഷണൽ ഫ്രേസിൽ പ്രിപ്പോസിഷൻ്റെ ഒബ്ജക്റ്റായി പ്രവർത്തിക്കുക. നമുക്ക് ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാം. ദി ആർച്ച്ഡ്യൂക്ക് ഓർഡേർഡ് ഓൾ ദ കോർട്ടിയേഴ്സ് ടു അസംബിൾ ഇൻ ദ ഹാൾ എന്ന ഈ സെൻറ്റൻസിൽ സബ്ജക്റ്റായിട്ട് പ്രവർത്തിക്കുന്നത് ദി ആർച്ച്ഡ്യൂക്ക് എന്നുള്ളതാണ്. അതാണ് സബ്ജക്റ്റ് നൗൺ ഫ്രേസ്. ഓർഡേർഡ് എന്നുള്ളത് വേർബാണ്. ആ വേർബിൻ്റെ ഒബ്ജക്റ്റാണ് ഓൾ ദ കോർട്ടിയേഴ്സ് എന്നുള്ളത്. അതുകൊണ്ട് ഓൾ ദ കോർട്ടിയേഴ്സ് എന്നുള്ളത് ഒരു നൗൺ ഫ്രേസ് ആണ്. അത് ഒബ്ജക്റ്റ് നൗൺ ഫ്രേസ് എന്നറിയപ്പെടും. വീണ്ടും ഇൻ ദ ഹാൾ എന്നുള്ളതാണ് പ്രിപ്പോസിഷണൽ ഫ്രേസ്. ഇൻ എന്നുള്ള പ്രിപ്പോസിഷൻ കഴിഞ്ഞ് ആ പ്രിപ്പോസിഷൻ്റെ ഒബ്ജക്റ്റായിട്ടാണ് ദ ഹാൾ എന്ന നൗൺ ഫ്രേസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രിപ്പോസിഷണൽ ഒബ്ജക്റ്റ് നൗൺ ഫ്രേസ് ആയിട്ടാണ് ദ ഹാൾ ഈ സെൻറ്റൻസിൽ ഫങ്ഷൻ ചെയ്യുന്നത്. ഇനി നമ്മോട് ആവശ്യപ്പെടുന്ന ആക്ടിവിറ്റി ഇതാണ്. റീഡ് ദ പാസേജ് കെയർഫുള്ളി. ഇവിടെ നൽകിയിരിക്കുന്ന പാസേജ് ശ്രദ്ധാപൂർവം വായിക്കുക. കാറ്റഗറൈസ് ദ നൗൺ ഫ്രേസസ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. താഴെ നൽകിയിരിക്കുന്ന ടേബിൾ പൂർത്തീകരിക്കാൻ ഈ പാസേജിൽ ഉൾപ്പെടുന്ന നൗൺ ഫ്രേസുകളെ കാറ്റഗറൈസ് ചെയ്യുക. അഥവാ സബ്ജക്റ്റ് നൗൺ ഫ്രേസ് ആണോ, ഒബ്ജക്റ്റ് നൗൺ ഫ്രേസ് ആണോ, പ്രിപ്പോസിഷണൽ ഒബ്ജക്റ്റ് നൗൺ ഫ്രേസ് ആണോ എന്ന് തിരിച്ചറിഞ്ഞ് അനുയോജ്യമായ കോളങ്ങളിലേക്ക് ചേർത്തെഴുതുക. നൗൺ ഫ്രേസുകളെക്കുറിച്ച് വിശദമായി വിശദീകരിക്കുന്ന വീഡിയോ ഇംഗ്ലീഷ് എഡ്യൂസ്പോട്ട് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദ മിസ്റ്റീരിയസ് പിക്ചർ എന്ന അധ്യായവുമായി ബന്ധപ്പെട്ട എല്ലാ ടെക്സ്ച്വൽ ആക്ടിവിറ്റീസും വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഈ കാര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ അത്തരം വീഡിയോസ് കണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ദി ആർച്ച്ഡ്യൂക്ക് ഓർഡേർഡ് ഓൾ ദ കോർട്ടിയേഴ്സ് ടു അസംബിൾ ഇൻ ദ ഹാൾ. ഈ സെൻറ്റൻസിൽ ദി ആർച്ച്ഡ്യൂക്ക് എന്നുള്ളത് സബ്ജക്റ്റ് ആയിട്ട് വരുന്ന നൗൺ ഫ്രേസ് ആണ്. അതുകൊണ്ട് ദി ആർച്ച്ഡ്യൂക്ക് എന്നുള്ളത് സബ്ജക്റ്റ് നൗൺ ഫ്രേസിൻ്റെ കോളത്തിലേക്ക് ചേർത്തു. ഓർഡേർഡ് എന്നുള്ള വേർബ് കഴിഞ്ഞ് ഓൾ ദ കോർട്ടിയേഴ്സ് എന്നുള്ള നൗൺ ഫ്രേസ് ഒബ്ജക്റ്റ് ആണ്. അത് ഒബ്ജക്റ്റ് കോളത്തിലും ചേർത്തിരിക്കുന്നു. വീണ്ടും ഇൻ ദ ഹാൾ എന്നുള്ള പ്രിപ്പോസിഷണൽ ഫ്രേസിലെ ദ ഹാൾ എന്നുള്ളത് പ്രിപ്പോസിഷൻ്റെ ഒബ്ജക്റ്റ് ആണ്. അത് പ്രിപ്പോസിഷണൽ ഒബ്ജക്റ്റ് നൗൺ ഫ്രേസ് കോളത്തിലും ചേർത്തു. അടുത്ത സെൻറ്റൻസിൽ ടിൽ അഡ്രസ്ഡ് ദം എന്നുള്ളടത്ത് സബ്ജക്റ്റ് ടിൽ എന്നുള്ളതാണ് സബ്ജക്റ്റ് നൗൺ ഫ്രേസ്. അഡ്രസ്ഡ് എന്നുള്ള വേർബ് കഴിഞ്ഞ് ദം എന്നുള്ളത് ഒബ്ജക്റ്റ് നൗൺ ഫ്രേസ് ആണ്. അത് ഒബ്ജക്റ്റ് കോളത്തിലും കൊടുത്തു. മൈ ലോർഡ്സ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ദ പിക്ചർ ഈസ് റെഡി. ഈ സെൻറ്റൻസിൽ ദ പിക്ചർ എന്നുള്ളത് ആ സെൻറ്റൻസ് ഭാഗത്ത് വരുന്ന സബ്ജക്റ്റാണ്. അത് സബ്ജക്റ്റ് കോളത്തിൽ ചേർത്തിരിക്കുന്നു. യു വിൽ നൗ ബി ആബിൾ എന്ന് തുടങ്ങുന്ന ആ സെൻറ്റൻസ് ഭാഗത്ത് യു എന്നുള്ളത് വീണ്ടും സബ്ജക്റ്റാണ്. ദെൻ ആസ് ഐ ഡ്രോ ദ കേർട്ടൻസ് എന്ന് പറയുന്ന ഭാഗത്ത് ഐ എന്നുള്ളത് സബ്ജക്റ്റാണ്. ഡ്രോ എന്നുള്ളത് വേർബും ആ വേർബിൻ്റെ ഒബ്ജക്റ്റായിട്ട് വരുന്നതാണ് ദ കേർട്ടൻസ് എന്നുള്ളത്. അത് ഒബ്ജക്റ്റ് കോളത്തിലും ചേർത്തിരിക്കുന്നു. ടു സീ ഹൗ വെൽ ഐ ഹാവ് ഡൺ മൈ വർക്ക്. ഐ ഹാവ് ഡൺ മൈ വർക്ക് എന്നുള്ള സെൻറ്റൻസ് ഭാഗത്ത് ഐ സബ്ജക്റ്റാണ്. ഹാവ് ഡൺ എന്നുള്ള വേർബ് കഴിഞ്ഞ് മൈ വർക്ക് എന്നുള്ളത് ഒബ്ജക്റ്റ് നൗൺ ഫ്രേസ് ആണ്. ദെൻ യു ക്യാൻ ഓൾ അഡ്മയർ മൈ വർക്ക് എന്നുള്ളിടത്ത് യു എന്നുള്ളതാണ് സബ്ജക്റ്റ്.
admire my work. Admire, can all admire എന്നുള്ള വേർബ് ഫ്രേസ് കഴിഞ്ഞ് my work എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് നോൺ ഫ്രേസിൻ്റെ കോളത്തിൽ അതും ചേർത്തിരിക്കുന്നു. But I must warn you, I എന്നുള്ളത് സബ്ജക്റ്റ്, you എന്നുള്ളത് ഒബ്ജക്റ്റ്. That there is something very special about the picture. About the picture എന്നുള്ളത് ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. About എന്നുള്ളത് ഒരു പ്രിപ്പോസിഷൻ ആണ്. അതിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ടാണ് the picture എന്നുള്ള നോൺ ഫ്രേസ് വരുന്നത്. അത് പ്രിപ്പോസിഷണൽ ഒബ്ജക്റ്റ് കോളത്തിലും ചേർത്തിരിക്കുന്നു. Only those among you, ഈ ഭാഗത്ത് those എന്നുള്ളത് ഒരു പ്രൊനൗൺ സബ്ജക്റ്റ് ആണ്. among എന്നുള്ളത് ഒരു പ്രിപ്പോസിഷൻ ആണ്. അത് കഴിഞ്ഞ് വരുന്ന you എന്നുള്ളത് ആ പ്രിപ്പോസിഷൻ്റെ ഒബ്ജക്റ്റ് ആണ്. ദെൻ ഹാവ് എന്നുള്ള വേർബ് കഴിഞ്ഞ് നോബിൾ ബ്ലഡ് എന്നുള്ളത് ആ വേർബിൻ്റെ ഒബ്ജക്റ്റാണ്. അത് ഒബ്ജക്റ്റ് നോൺ ഫ്രേസിൽ ചേർത്തു. ദെൻ ഇൻ യുവർ വെയിൻസ് എന്നുള്ളത് ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. ഇൻ എന്നുള്ള പ്രിപ്പോസിഷൻ കഴിഞ്ഞ് അതിൻ്റെ ഒബ്ജക്റ്റായിട്ട് വരുന്നതാണ് യുവർ വെയിൻസ് എന്നുള്ളത്. ആ നോൺ ഫ്രേസ് പ്രിപ്പോസിഷണൽ ഒബ്ജക്റ്റ് നോൺ ഫ്രേസ് കോളത്തിൽ ചേർത്തത് ശ്രദ്ധിക്കുക. ദെൻ വിൽ ബി ആബിൾ ടു സീ ദിസ് പിക്ചർ. ഇവിടെ ദിസ് പിക്ചർ എന്നുള്ളത് സി എന്നുള്ള വേർബിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത്. അത് ഒബ്ജക്റ്റ് നോൺ ഫ്രേസ് ഭാഗത്ത് ചേർത്തിരിക്കുന്നു. ഈ വീഡിയോയിൽ വിശദീകരിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ഇത്തരം ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എജു സ്പോട്ട് എജു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. Thanks for watching.